ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് സ്വയമേ ഒന്ന് വിലയിരുത്തുക. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. എക്സ്പ്ലനേഷൻ കൂടിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ മലയാളത്തിൻ്റെയൊക്കെ ഒരുപാട് 10-80ഓളം മോക്ക് ടെസ്റ്റ് വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ CPO, ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്ക്, ഇംഗ്ലീഷിൻ്റെ കുറച്ച് വീഡിയോ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി മോക്ക് ടെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ CPO, ഫയർമാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റ് കൂടിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഹാർദം, ഓപ്ഷൻ ബി ഹാർദവം, ഓപ്ഷൻ സി ഹാർദവം, ഓപ്ഷൻ ഡി ഹാർദവം. അതാ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇതിൻ്റെ ആൻസർ. പക്ഷേ ഞാൻ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഹാർദം കേട്ടോ. ഹാർദം എന്ന് പറയത്തുള്ളൂ, ഹാർദവം എന്ന് പറയത്തില്ല. ഹാർദം എന്നതാണ് ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ടു ഗ്രീസ് ദ പാം, ശരിയായ വിവർത്തനം ഏത്? ടു ഗ്രീസ് ദ പാം എന്നതിൻ്റെ ശരിയായ വിവർത്തനം. ഇതും പ്രീവിയസ് ഇയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ പന നനയ്ക്കുക, ഓപ്ഷൻ ബി കൈക്കൂലി കൊടുക്കുക, ഓപ്ഷൻ സി സ്വാധീനിക്കുക, ഓപ്ഷൻ ഡി മുഖസ്തുതി പറയുക. ടു ഗ്രീസ് ദ പാം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൈക്കൂലി കൊടുക്കുകയാണ് കേട്ടോ. കൈക്കൂലി കൊടുക്കുക, ടു ഗ്രീസ് ദ പാം. ഇത് ഇംഗ്ലീഷിലും ചോദിച്ചിട്ടുണ്ട്, ടു ഗ്രീസ് ദ പാം. എന്നിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള വിവർത്തനം ഇംഗ്ലീഷിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോണം, ടു ഗ്രീസ് ദ പാം എന്നതിൻ്റെ ശരിയായ വിവർത്തനം കൈക്കൂലി കൊടുക്കുക എന്നതാണ്. കൈക്കൂലി കൊടുക്കുക. അടുത്ത ചോദ്യം, നല് പ്ലസ് നൂൽ നന്നൂൽ, സന്ധി നിർണ്ണയിക്കുക. ഇപ്പോൾ ഇവിടുന്ന് സന്ധിയാണ് കണ്ടെത്തേണ്ടത്. ലോപസന്ധിയാണോ അതുപോലെ ദ്വിത്വസന്ധിയാണോ, ആഗമസന്ധി, ആദേശസന്ധി? ഏത് സന്ധിയാണ്? അപ്പോൾ നമുക്കിവിടെ പിരിച്ചെഴുതിയും തന്നിട്ടുണ്ട്, ചേർത്തെഴുതിയും തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി അല്ലേ, ആദേശസന്ധിയാണ് ആൻസർ. എന്താ കാരണം? രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നതല്ലേ. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഇവിടെ നല് എന്നതിൽ ആ ലാ പോയിട്ട് നാ വന്നല്ലേ. അങ്ങനെയാണ് അത് നന്നൂൽ എന്നായത്. ലാ പോയി ഇവിടെ നാ വന്നു, ഒരു നായ കൂടി അഡീഷണലായിട്ട് വന്നു. അപ്പം നല് പ്ലസ് നൂൽ നന്നൂൽ, രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. നമ്മൾ ഒരുപാട് തവണ ക്ലാസ്സുകളിൽ, പല മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളിലും സന്ധി ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. സന്ധിൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കാണുക കേട്ടോ, എങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. അടുത്ത ചോദ്യം, തെറ്റായ വാക്യം ഏത്? ഇപ്പോൾ ഈ തന്നിരിക്കുന്ന 4 വാക്യത്തിൽ ഒരെണ്ണം തെറ്റാണ്, അത് ഏതെന്ന് കണ്ടെത്തണം. ഓപ്ഷൻ എ, അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ ബി, അവൻ നിന്നെ ആശ്രയിച്ചത് മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ സി, അവൻ നിന്നെ ആശ്രയിച്ചത് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. ഓപ്ഷൻ ഡി, അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. വാക്യശുദ്ധി എന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ തെറ്റായ വാക്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ഒരിക്കലും നമ്മൾ വേറെ ഗത്യന്തരം എന്ന് പറയത്തില്ല കേട്ടോ. ഒന്നുകിൽ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ് എന്ന് പറയാം. ഈ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് എന്നതിൻ്റെ അർത്ഥം തന്നെ വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ് എന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളവിടെ വേറെ എന്ന് അഡീഷണലായിട്ട് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഓപ്ഷൻ എയും ബിയും സിയും ശരിയാണ്. വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ് എന്ന് എഴുതാം, അത് കറക്റ്റാണ്. മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ്, അതും കറക്റ്റാണ്, അങ്ങനെയും എഴുതാം.
ഇനി ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ്, അതും കറക്റ്റാണ്. പക്ഷേ വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണെന്നത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി തെറ്റാവാൻ കാരണം. ഈ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് എന്ന വാക്ക് ഉൾപ്പെടുന്ന വാക്യം എപ്പോഴും PSC ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് എന്ന വാക്കവിടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അതിൻ്റെ മുമ്പ് വേറെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ അതാണ് തെറ്റ് കേട്ടോ. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണെന്ന് പറയത്തില്ല. ഒന്നുകിൽ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് എന്ന് മാത്രം മതി. അല്ലെങ്കിൽ മോളി പറഞ്ഞതുപോലെ വേറെ ഗതിയില്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരു ഗതിയില്ലാഞ്ഞിട്ടാണ് എന്നതൊക്കെ കറക്റ്റാണ്. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഓക്കെ. ആ വേറെ എന്നത് പ്രത്യേകം ഉപയോഗിക്കേണ്ട കാര്യം ഇല്ല. അടുത്ത ചോദ്യം, ദ്വന്ദ്വസമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത്? ദ്വന്ദ്വസമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത്? ഏതാണ്? ഓപ്ഷൻസ് കൈകാലുകൾ, ആഹാരാദികൾ, സുഖദുഃഖങ്ങൾ, മാതാപിതാക്കൾ. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, ആഹാരാദികൾ എന്ന് പറയുന്നത് ദ്വന്ദ്വസമാസത്തിൽ അല്ല ഉൾപ്പെടുന്നത്. ഇപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ കൈകാലുകൾ, അതുപോലെ ഓപ്ഷൻ സി സുഖദുഃഖങ്ങൾ, ഓപ്ഷൻ ഡി മാതാപിതാക്കൾ. ഇതെല്ലാം ദ്വന്ദ്വസമാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അതായത് കൈകാലുകൾ, കയ്യും കാലും, ആ രണ്ട് പദങ്ങൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് വരുന്നതാണ്. കയ്യും കാലും. അതുപോലെ സുഖദുഃഖങ്ങൾ, സുഖവും ദുഃഖവും. അതുപോലെ മാതാപിതാക്കൾ, മാതാവും പിതാവും. അതുപോലെ രാപ്പകലുകൾ, രാവും പകലും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ, രണ്ട് പദങ്ങൾക്ക് ഒരുപോലെ ഇമ്പോർട്ടൻസ് വരുന്ന പദങ്ങൾ ദ്വന്ദ്വസമാസത്തിൻ്റെ ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഇനി അടുത്ത ചോദ്യം, തിക്തം വിപരീത പദം എഴുതുക. തിക്തം എന്നതിൻ്റെ വിപരീതം ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. തിക്തം. ഓപ്ഷൻസ് നന്മ, മധുരം, സുഖം, ദോഷം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഇതൊരു ഒരുവിധപ്പെട്ട എല്ലാവർക്കും PSC അത്യാവശ്യം കുറേ നാളുകൊണ്ട് നോക്കുന്നവർക്ക് എന്തായാലും ഇതിന് ആൻസർ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മധുരം. തിക്തം, മധുരം. ഇനി ഓപ്ഷൻ എ നോക്കിയേ, നന്മ. നന്മ എന്നതിൻ്റെ വിപരീതം തിന്മയാണ്. നന്മ, തിന്മ. അതുപോലെ ഓപ്ഷൻ സി സുഖം. സുഖം എന്നതിൻ്റെ വിപരീത പദം ദുഃഖം. സുഖം, ദുഃഖം. അതുപോലെ ഓപ്ഷൻ ഡി ദോഷം. ഗുണം എന്നതിൻ്റെ വിപരീത പദമാണ് ദോഷം. ഗുണം, ദോഷം. അപ്പം നന്മ, തിന്മ, മധുരം, തിക്തം, സുഖം, ദുഃഖം, ഗുണം, ദോഷം. അടുത്ത ചോദ്യം, ജനനിബിഡം വിഗ്രഹിക്കുക. ജനനിബിഡം എന്ന വാക്ക് വിഗ്രഹിച്ചെഴുതണം. ഓപ്ഷൻ എ ജനങ്ങളാൽ നിബിഡമായത്. ഓപ്ഷൻ ബി ജനങ്ങളുടെ നിബിഡം. ഓപ്ഷൻ സി ജനങ്ങളിൽ നിബിഡമായത്. ഓപ്ഷൻ ഡി ജനത്തിൻ്റെ നിബിഡം. ഇതും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വരുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, ജനങ്ങളാൽ നിബിഡമായത് കേട്ടോ. ജനങ്ങളാൽ നിബിഡമായത്. ജനനിബിഡം വിഗ്രഹിച്ചെഴുതുമ്പോൾ ജനങ്ങളാൽ നിബിഡമായത് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. വെണ്മ. ഇതും പ്രീവിയസ് ഇയർ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. വെണ്മ എന്ന വാക്ക്. ഓപ്ഷൻ എ വെൺ പ്ലസ്മ. ഓപ്ഷൻ ബി വെണ് പ്ലസ്മ. ഓപ്ഷൻ സി വെൻ പ്ലസ്മ. ഓപ്ഷൻ ഡി വെൾ പ്ലസ്മ. വെണ്മ പിരിച്ചെഴുതിയാൽ അങ്ങനെ എഴുതാം. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ഡി ആണ്, വെൾ പ്ലസ് മായാണ്. വെൾ പ്ലസ് മ, എള്ള് പോയി നാ വരും. അങ്ങനെയാണ് വെണ്മ എന്ന് വരുന്നത്. വെൾ പ്ലസ് മ, വെണ്മ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ശരിയായ ആശയം എന്താണ്? താഴെ തന്നിരിക്കുന്ന പഴഞ്ചൊല്ലിൻ്റെ ശരിയായ ആശയം. ഹാബിറ്റ് ഈസ് സെക്കൻഡ് നാച്ചർ. ഹാബിറ്റ് ഈസ് സെക്കൻഡ് നാച്ചർ എന്ന പഴഞ്ചൊല്ലിൻ്റെ ശരിയായ ആശയം എന്തെന്ന് കണ്ടെത്തണം. ഓപ്ഷൻ എ സത്പ്രവൃത്തിയാണ് സൗന്ദര്യം. ഓപ്ഷൻ ബി ചൊട്ടയിലെ ശീലം ചുടല വരെ. ഓപ്ഷൻ സി സത്യസന്ധതയാണ് ഉത്തമമായ രീതി. ഓപ്ഷൻ ഡി അഹങ്കാരം ആപത്ത്. ഹാബിറ്റ് ഈസ് സെക്കൻഡ് നാച്ചർ എന്നതിൻ്റെ ശരിയായ ആശയം.
അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഹാബിറ്റ് ഈസ് സെക്കൻഡ് നാച്ചർ എന്നതിൻ്റെ ശരിയായ ആശയം ചൊട്ടയിലെ ശീലം ചുടല വരെ. അടുത്ത ചോദ്യം, സമാന പദം എഴുതുക. നിലാവ്. നിലാവ് എന്നതിൻ്റെ സമാന പദം. ഓപ്ഷൻ എ പയസ്, ഓപ്ഷൻ ബി ഹിമം, ഓപ്ഷൻ സി സലിലം, ഓപ്ഷൻ ഡി കൗമുദി. സിമ്പിൾ ചോദ്യമാണ്. ഇപ്പോൾ ഇവിടെ നിലാവ് എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കൗമുദി. കൗമുദി എന്നതിൻ്റെ അർത്ഥം നിലാവെന്നാണ്. കൗമുദി, നിലാവ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. പയസ്. പയസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? പയസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? പാലാണ് കേട്ടോ, പാൽ. പാൽ. പയസ് എന്നതിൻ്റെ അർത്ഥം പാലാണ്. അതുപോലെ സലിലം. സലിലം എന്ന് വെച്ചാൽ എന്താണ്? ജലമാണ്, ജലം. ജലം. അതുപോലെ ഹിമം. ഓപ്ഷൻ ബി നോക്കിയേ, ഹിമം. ഹിമം എന്ന് വെച്ചാൽ എന്താണ്? അത് ഒരു വിധപ്പെട്ട എല്ലാവർക്കും അറിയാമല്ലേ, മഞ്ഞാണ്, മഞ്ഞ്. മഞ്ഞ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, പയസ് എന്നതിൻ്റെ അർത്ഥം പാല്. പയസ്, പാല്. അതുപോലെ ഓപ്ഷൻ ബി ഹിമം. ഹിമം എന്നതിൻ്റെ അർത്ഥം മഞ്ഞാണ്, മഞ്ഞ്. ഹിമം, മഞ്ഞ്. അതുപോലെ ഓപ്ഷൻ സി സലിലം. സലിലം എന്നതിൻ്റെ അർത്ഥം ജലം. സലിലം, ജലം. ഈ സലിലവും പയസ്സൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമിന്. അതൊരു ഓപ്ഷൻ ഡി കൗമുദി. കൗമുദി എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിലാവ്. നിലാവ് എന്നതാണ് കൗമുദിയുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതിയെടുത്ത് തന്നെ പഠിച്ചോളണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. ഇതുപോലെ ഒരുപാട് മലയാളത്തിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എക്സാമിന് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.